കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഡ്രസ്സുകൾ കൊണ്ടുവന്നിട്ടില്ലേ? ഉണ്ട്. നിങ്ങളത് എന്താ സർ? മനുഷ്യന്റെ നല്ല ജീവനങ്ങ് പോയല്ലോ. ഒരുപാട് പേരെ പേടിപ്പിക്കുന്ന ആളല്ലേ, ഇടയ്ക്കൽപ്പം സ്വയം പേടിക്കുന്നത് നല്ലതാ. അങ്ങനെ പേടിച്ചിട്ടൊന്നുമല്ല, ചതിയാണോ എന്ന് പെട്ടെന്നൊന്ന് പരിഭ്രമിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഒന്ന് രണ്ടു പേര് അവിടെ ഇവിടെ വീണ് കിടപ്പുണ്ട്, ജീവനുണ്ടോന്ന് നോക്കിക്കോണം. ഓ, അതൊന്നും സാരമില്ല. നമ്മൾ ചെയ്യുന്നതിനൊക്കെ ഒരു വിശ്വാസം വരണമെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റണമല്ലോ. എന്താ വേണ്ടേ? വേണം എന്ന് പറഞ്ഞ ഈ രാഗസുതയ്ക്ക് വേണ്ടി വലിയൊരു റിസ്ക് ആണ് സാർ എടുത്തതെന്ന് അർത്ഥം. തീർച്ചയായിട്ടും. അതിനാണല്ലോ നമ്മുടെ ഈ ജയിൽ ചാട്ട നാടകം പ്ലാൻ ചെയ്തതും നടപ്പിലാക്കിയതും. അതിന്റെ ഒരു പ്രത്യുപകാരം ഒന്നും കണ്ടില്ല. അതിനെന്താ, കാണിക്കാലോ. പറഞ്ഞതിന്റെ ഇരട്ടിയുണ്ട്. നേരത്തെ തന്ന അഡ്വാൻസിനെ ഒരു ബോണസ് ആയിട്ട് അങ്ങ് കരുതിയാ മതി. താങ്ക് യു. രാഗസുത ഇത്രയ്ക്ക് ഉദാരമതിയാണെന്ന് ഓർത്തില്ല. ഐ എം സോറി. ഏതായാലും ഇനി രാഗസുത ആരുടെയും കണ്ണിൽപ്പെടാതെ സ്വയം നോക്കണം. എന്റെ ഉത്തരവാദിത്തം ദേ ഇവിടെ കഴിഞ്ഞു. അല്ല, മാഡത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എനിക്കും കൂടെ ഒന്ന് അറിയാൻ പറ്റോ? ഓ, അങ്ങനെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പെന്നോ ലാസ്റ്റ് സ്റ്റെപ്പെന്നോ ഇല്ല സാറേ. ഓരോ ചുവടും എന്റെ ചേച്ചിയെ കൊന്നവന്റെ മുന്നിലെത്താനുള്ളതാ. ഈ ജയിൽ ചാട്ടം ഒരു അവസാന യുദ്ധത്തിന് വേണ്ടിയുള്ളതാ. എന്റെ ശത്രുക്കൾ ഇപ്പോഴും യുദ്ധഭൂമിയിൽ തന്നെയുണ്ട്.
ഞാൻ അങ്ങോട്ട് ചെന്ന് പെടണമെന്ന് മാത്രം. അറിയാം, പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. വലിയ സെക്യൂരിറ്റി ഒക്കെ ഉള്ള ആളാണ് രവിചന്ദ്രവർമ്മൻ. എന്ത് സെക്യൂരിറ്റിയാണ് സർ? കൊല്ലാൻ ഒരാൾ തുനിഞ്ഞിറങ്ങിയാല് പിന്നെ 7 അറകളിലും മണിച്ചിത്ര താഴിട്ട് പൂട്ടിയാലും 1000 അംഗരക്ഷകർ കാവലായി നിന്നാലും ഒരാൾ മരിച്ചിരിക്കും. ഇതേ രാഗസുധയുടെ ഗെയിമാണ് സർ. പ്രത്യക്ഷങ്ങൾ അപ്രത്യക്ഷിതങ്ങളാവും, അപ്രത്യക്ഷിതങ്ങൾ ആപത്തുകളും. ഏതായാലും നമ്മൾ ഇനി കാണില്ല. രവിചന്ദ്രവർമ്മന്റെ ചിതാഭസ്മം വിതറാൻ ലോക ആകമാനമുള്ള പർവ്വതങ്ങളൊന്ന് കറങ്ങിയാലോന്നാ ഇപ്പൊ എന്റെ ആലോചന. എല്ലാവരും രസമല്ലേ? പകയുടെയും പ്രതികാരത്തിന്റെയും രസം. അപ്പോ രാത്രി യാത്രയില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മാർട്ടിൻ. ഇതിവളിത്തവണ മലർത്തി അടിക്കാം. നമ്മളെ പെടാതിരുന്നാ മതിയായിരുന്നു. നല്ല പാരമുണ്ട്. നോ. കേക്ക് കട്ടിങ്ങിന് ഓഡിറ്റോറിയം വേണ്ടെന്ന് വെച്ചു. പകരം ഞാൻ കണ്ടുവച്ചിരിക്കുന്നത് ഒരു സംഗീത മണ്ഡപം. ഗാർഡന്റെ ഒത്ത നടുക്ക് ഒരു യുണീക്ക് സ്ഥലം. അല്ലല്ല, റിഫ്രഷ്മെന്റ് ഒക്കെ മറ്റൊരു ഹാളിൽ നടത്തും. ഇവിടെ കേക്ക് കട്ടിങ്ങും സ്പീച്ചസും മാത്രം. ഇതാരാ ഇത്? വരൂ പ്ലീസ്. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ ബി ഓൺ ടൈം. ഓക്കെ, എന്നാ ശരി. ഇതെന്താ അകത്ത് വരാത്തെ? അല്ല, സരോജാമ്മയുണ്ടല്ലോ. രണ്ടുപേരും അകത്തേക്ക് വാ, ഞാൻ അമ്മയെ വിളിക്കാം. വേണ്ട സാറേ, ഞങ്ങൾ വന്നത് സാറിനെ മാത്രം കാണാനാ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞങ്ങളങ്ങ് പോകും. എന്താ സുദർശൻ ഏട്ടാ? ഒന്നുമില്ല, രവി സാറ് ഫോൺ വിളിച്ചിരുന്നു വിവാഹ വാർഷികത്തിന്റെ കാര്യം പറയാൻ. അപ്പൊ ഞങ്ങൾക്കൊരു സംശയം, ഇത്ര നല്ലൊരു സന്ദർഭം വരുമ്പോ രേഖാമാട മാത്രം ആ ചടങ്ങിന് പങ്കെടുക്കില്ലെന്ന്. അതെന്തുപറ്റി രേഖയെ കുറിച്ച് അങ്ങനെ തോന്നാൻ? മാഡം ഇന്നലെ ഞങ്ങളെ കാണാൻ വന്നിരുന്നു സാറേ. ഞങ്ങളെ കരയിച്ചിട്ടാ മാഡം അവിടുന്ന് പോന്നത്. കരയിപ്പിക്കാനോ? എന്തിന്? ഏയ്, സങ്കടം കൊണ്ടല്ല സാറേ, സന്തോഷം കൊണ്ടാ ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞത്. മാഡത്തിന്റെ നല്ല മനസ്സ് കാണാൻ ഞങ്ങൾ വൈകിപ്പോയി, അതാണ് സത്യം. എന്ന് പറഞ്ഞാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ പറയാം. രേഖാ മാഡം ഞങ്ങളെ കാണാൻ വന്നതേ മാപ്പ് പറയാനാ. അന്ന് ഇവിടെ നിന്നും ഞങ്ങളോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞില്ലേ? അക്കാര്യത്തിൽ വലിയ മനസ്താപമുണ്ട് മാഡത്തിന്. കൊച്ചുകുട്ടികളെ പോലെ കൈകൂപ്പി ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ടാ ക്ഷമ പറഞ്ഞത്. ഈ വീട് വിട്ടു പോവുകയാണെന്നും ഇനി ഒരിക്കലും കണ്ടില്ലെങ്കിലും വെറുക്കരുതെന്ന് പറഞ്ഞായിരുന്നു കരച്ചില്. നോ 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 നോ, ഒരിക്കലും ഞാനത് വിശ്വസിക്കില്ല. കരച്ചിലും ക്ഷമ പറച്ചിലും രേഖയുടെ നിഘണ്ടുവിൽ പോലും ഇല്ലാത്ത വാക്കുകളാണ് അതൊക്കെ. സത്യമാണ് സാറേ. എനിക്ക് തോന്നുന്നത് സാറിപ്പോഴും ആ കുട്ടിയുടെ നല്ല മനസ്സ് നേരെ ചൊവ്വേ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. അല്പം ചില ശുണ്ടിയും വാശുവൈരാഗ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും രേഖാ മാഡത്തിന്റെ മനസ്സ് വളരെ ശുദ്ധമാണ്.
വർമ്മൻ വില്ലയുടെ ക്ഷേമം മാത്രമേ മാഡം ആഗ്രഹിക്കാറുള്ളൂ. അതാണ് സത്യം. അതെ, എനിക്ക് എന്റെ ശ്രീമോളെ എത്ര ഇഷ്ടാണോ അതേ ഇഷ്ട ഇന്നലെ മാഡത്തിനോട് തോന്നിയത്. ഞങ്ങളോട് ദേഷ്യപ്പെട്ടതാണെങ്കിലും വേറെ വല്ല പൊട്ടത്തരം കാണിച്ചിട്ടുള്ളതാണെങ്കിലും അതൊക്കെ സാറ് ക്ഷമിക്കണം. മാത്രമല്ല, ഈ വീടിനോട് കൂറുള്ള ഒരൊറ്റയാളെ ഈ ലോകത്തുള്ളൂ, അത് മാഡം തന്നെയാ. മനസ്സിലായി. ഒരൊറ്റ കാര്യം മാത്രം, ഞാൻ രേഖ ഉപേക്ഷിക്കുകയാണെന്നെങ്ങാനും അവള് പറഞ്ഞോ നിങ്ങളോട്? ഏയ്, ഒരിക്കലും ഇല്ല. സാറിനെയോ ഈ കുടുംബത്തിലെ ഒരാളെയോ കൊച്ചാക്കുന്ന രീതിയിൽ ഒരു വർത്തമാനവും പറഞ്ഞിട്ടില്ല. മാഡത്തിന് സങ്കടവും നെഞ്ചു കലങ്ങിയുള്ള വർത്താനം കേട്ടപ്പോ ഞങ്ങൾ വെറുതെ ഊഹിച്ചതാ. അതെ സാറേ, ഊഹം മാത്ര. ആ ഊഹം സത്യമാകരുതെന്ന് അപേക്ഷിക്കാനാ ഞങ്ങൾ വന്നത്. രവിവർമ്മൻ സാറും ശ്രീമോളും സന്തോഷത്തോടെ കഴിയണമെങ്കിൽ രഘുവർമ്മൻ സാറിനോടൊപ്പം രേഖ മാഡം ഉണ്ടായിരിക്കണം. മറ്റൊരു തീരുമാനവും സാർ എടുക്കരുത്. ഞങ്ങൾ രണ്ടാളുടെ അപേക്ഷയാ. ഉപേക്ഷിക്കരുത് സാറ്. ഹലോ, ആ അങ്കിൾ രഘുവാ. അയ്യോ, അമ്മ അകത്താണല്ലോ. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി. അമ്മയുടെ ബ്രദറാ, ഫോണൊന്ന് കൊടുക്കണം. അപ്പോ നിങ്ങൾ അകത്തേറിയിരിക്കാമെങ്കിൽ. അയ്യോ വേണ്ട സാറേ, സാർ പോയിക്കോ, ഞങ്ങൾ ഇറങ്ങുക. ബാക്കി നമുക്ക് അവിടെ വരെ സംസാരിക്കാം. എന്നാ ശരി, കാണാം. ഏയ്, ഒരു നിമിഷം. ഞാനെല്ലാം കേട്ടു. അയ്യോ മാഡം, അത് പിന്നെ കള്ളം പറയാനും ഒഴിഞ്ഞു മാറാനും ശ്രമിക്കണ്ട. സത്യം പറഞ്ഞ ഇന്നാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എത്ര ചീപ്പാണെന്ന്. എന്റെ തന്നെ തെറ്റുകൊണ്ട് രഘു എന്നെ ഡിവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലായിപ്പോയി ഞാൻ. ആ ഭ്രാന്ത് പകയായി മാറിയപ്പോഴാ ഞാൻ നിങ്ങളെ കാണാൻ വന്നതും ശ്രീലക്ഷ്മിയെ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതും. നിങ്ങൾ പക്ഷെ പകരം ചെയ്തത് എന്നെ രക്ഷിക്കാൻ ശ്രമിക്കില്ലായിരുന്നു, അതും ഞാൻ അറിയാതെ. അവിടെ ഞാൻ തോറ്റുപോയി, പൂർണ്ണമായിട്ട് തന്നെ. അങ്ങനെയൊന്നും കാണണ്ട മാഡം. അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും രഘുസാറ് മാഡത്തെ ഡൈവേഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ഞങ്ങളാകെ തകർന്നുപോയി. മാഡം ഒന്ന് വിളിക്കുമെങ്കിലും മോളെ ഞങ്ങളുടെ ശ്രീമോളെ പോലെ തന്നെ കണ്ടിട്ടുള്ളത്. അവൾക്ക് ഇങ്ങനൊരവസ്ഥ വന്ന ഇടപെടുകയും പരിഹരിക്കുകയും ചെയ്യേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ? അത് മാത്രമേ ഞങ്ങൾ ആലോചിച്ചുള്ളൂ. മോള് നല്ലവളാന്ന് ഞങ്ങൾക്കറിയാം. ഇടയ്ക്കെന്തോ ചില തെറ്റിദ്ധാരണകൾ, അത്രേ ഉള്ളൂ. ഇനിയെങ്കിലും മോൾ അതൊക്കെ അങ്ങ് മറക്കണം. നമ്മള് പെണ്ണുങ്ങളെ ഒരു കുടുംബത്തിൽ ചെന്ന് കേറുമ്പോ ആ കുടുംബത്തിന്റെ ഭാഗമാകുക വേണ്ടത്. കുഞ്ഞൊരരുവി വലിയ നദിയിലേക്ക് എത്തുമ്പോ ഒന്നാമെന്ന് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ. പിന്നെ ആ കുടുംബ നമ്മുടെ കുടുംബം എന്ന് കരുതിയാ മതി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാനേ എന്റെ മോളോടും പറഞ്ഞു കൊടുത്തിട്ടുള്ള പാഠം ഇതാ. മനസ്സിലായി. ആ തിരിച്ചറിവുണ്ടാക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇന്നു മുതൽ നിങ്ങൾ രണ്ടാളും ശ്രീലക്ഷ്മിയുടെ അമ്മയച്ഛനോ അല്ല, എന്റെ സ്വന്തം അമ്മയച്ഛനോ. ഞാൻ ചെയ്തു പോയ ചെറിയ തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ച് എനിക്ക് മാപ്പ് തരണം. ഇതിന്റെ ഒന്നും ആവശ്യമില്ല.
ദൈവം എല്ലാ അനുഗ്രഹങ്ങളും മോക്ക് തരട്ടെ. മോള് നന്നായി വരും. നീ എന്തീ രാത്രിയില്? കാര്യമുണ്ട് രവി. രാഗസുധ ജയിൽ ചാടിയെന്ന്. ഇനി അങ്ങോട്ട് ഏത് നിമിഷവും അവൾ മുന്നിൽ വന്നെന്നിരിക്കും. ഈ വീട്ടിൽ നിന്ന് ആര് പുറത്തു പോയാലും അതീവ ജാഗ്രത ഉറപ്പാക്കിയേ പറ്റൂ. വലിയൊരു പ്രശ്നമുണ്ട് രാജാവ്. മറ്റന്നാൾ എന്റെയും ശ്രീലക്ഷ്മിയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അത് ആഘോഷമായിട്ട് നടത്താനാണ് അമ്മയുടെ തീരുമാനം. ഇത് ശ്രീലക്ഷ്മിയാണോ കൺമണിയാണോ എന്ന് ഞാൻ തീർച്ചപ്പെടുത്താതെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞതാ ഞാൻ. പക്ഷെ അമ്മ സമ്മതിക്കുന്നില്ല. ഇനിയും ആ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ എന്തിനാ രവി? നിനക്കത് വിശ്വാസം ഇതുകൊണ്ടല്ലേ നീ തിരികെ കൊണ്ടുവന്നത്? അവൾ ഒരു തവണ പറഞ്ഞു കഴിഞ്ഞു ശ്രീലക്ഷ്മിയാണെന്ന്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും അവൾ കൺമണിയായിട്ട് അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാത്തിനും ഒരു വ്യക്തത ഉടനെ വരുത്തണം. അതിനുമുമ്പ് രാഗസുധയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം രവി. അവൾ ജയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ജീവന് വേണ്ടിയിട്ടാ. വെഡിങ് ആനിവേഴ്സറിയെ കുറിച്ച് അറിയാതെയാണെങ്കിലും ഈ സമയത്ത് അവൾ പുറത്തു വന്നത് എന്തായാലും നമുക്കത്ര നല്ലതിനല്ല. പൊരുത്തം നോക്കി മുഹൂർത്തം കുറിക്കുന്നത് പോലെ എല്ലാം ഒരുമിച്ച് വരികയും ചെയ്തു. എനിക്ക് ഉറപ്പരുവി, ഇടുത്തി പോലെ അവൾ നമ്മുടെ മുന്നിലേക്ക് വരും. മുച്ചൂടും മുടിച്ച് അവൾ തിരികെ പോകും. പണ്ട് അവളെ നാട് കടത്തുകയായിരുന്നില്ല നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്, കൊല്ലണമായിരുന്നു. ഈ വീടിനേക്കാളും നീ ശ്രദ്ധിക്കേണ്ടത് ശ്രീലക്ഷ്മിയുടെ വീട്. എന്തിനും ഏതിനും അവിടെ എളുപ്പം. അവൾക്ക് മുൻപരിചയമുള്ള സ്ഥലവുമാണത്. ഈ കാര്യം ഞാനും നീയുമല്ലാതെ മറ്റൊരാളും അറിയാൻ പാടില്ല. ഇതറിഞ്ഞാൽ ആദ്യം തകരുന്നത് അമ്മയായിരിക്കും. മുൻകരുതലുമെല്ലാം നമുക്ക് മതി. സമാധാനമായിട്ട് ഉറങ്ങുന്ന ആരുടെയും സ്വസ്ഥത നമ്മളായിട്ട് കളയരുത്. എന്താ നിന്റെ പ്ലാൻ? പറയാം. സരോജം, പറഞ്ഞെല്ലാം വാങ്ങിച്ചോ? നീ പറഞ്ഞതൊക്കെ വാങ്ങണമെങ്കിൽ ഇപ്പോഴത്തെ സാധനങ്ങളുടെ വില വെച്ച് ഈ വീട് സ്ഥലവും വിൽക്കേണ്ടി വരും. തൽക്കാലം എനിക്കും നിനക്കും ഒരു വീടിന് ആവശ്യമുള്ളതെല്ലാം ഇതാ ഇതിനകത്തുണ്ട്. ഇങ്ങനെ തൊട്ടും പിടിച്ചും വാങ്ങിച്ചോണ്ട് വരുന്നത് കൊണ്ടാ സാധനങ്ങളെല്ലാം പെട്ടെന്ന് തീരുന്നത്. ഒരു 15 കിലോ അരി, പിന്നെ അതിനൊത്ത സാധനങ്ങള് ഇത്രയും വാങ്ങി സ്റ്റോക്ക് ചെയ്താലേ പിന്നെ പച്ചക്കറിയും പാലും മീനും മാത്രം നോക്കിയാ മതിയല്ലോ. ബെസ്റ്റ് കഷിയോടെ ഞാനിതൊക്കെ പറയുന്നത്. നിങ്ങളുടെ കൂടെ വന്നതിന് ശേഷം ദാരിദ്ര്യം പറയാനുള്ള മഹാഭാഗ്യമല്ലേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. എന്റെ കൂടെ വന്നതുകൊണ്ടാ നീ ദാരിദ്ര്യം പറയാനെങ്കിലും ഇപ്പൊ ഇവിടെ ഉള്ളത്. എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ സ്വന്തം വീട്ടിൽ പോയി നിൽക്കായിരുന്നു. നീ ഇത് കൊണ്ടുവച്ചിട്ട് ഒരു ചായ എടുക്ക്. അപ്പോഴേക്ക് ഞാനൊന്ന് കുളിച്ചിട്ട് വരാം.
ആരാ